നമസ്കാരം, എല്ലാവർക്കും വേൾഡ് ഓഫ് അക്കൗണ്ടിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് സെറ്റ് ഓഫ് ലോസസ് ആണ്. സെറ്റ് ഓഫ് ലോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തി നമുക്ക് എന്തെങ്കിലും ലോസ് വരികയാണെങ്കിൽ, നമുക്കെന്ന് വെച്ചാൽ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ലോസ് വരികയാണെങ്കിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാമെന്നാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നതെന്ന് വെച്ചാൽ, അതിന് ഇൻകം ടാക്സ് അതോറിറ്റീസ് അതിന് കുറേ പ്രൊവിഷൻസ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് റൂൾസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ ഈ ലോസിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് റൂൾസൊക്കെ ഉണ്ട്. അതാണ് ഈ സെറ്റ് ഓഫ് ലോസസ് എന്ന് പറഞ്ഞാൽ. The income tax law in India does provide taxpayers some benefits of incurring losses too. The law contains provisions for a set off and carry forward of losses. നമുക്ക് ഇത് പറയുന്ന പോലെ തന്നെ നമുക്ക് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രൊവിഷൻസ് ഒക്കെ തരുന്നുണ്ട്. അത് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് അത് ഈ ഇയറിൽ തന്നെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അതിന് ഓരോ വിഭാഗത്തിനും ത്രീ ഇയറിനുള്ളിൽ നമുക്കത് ചെയ്ത് തീർക്കാമെന്നുണ്ട്. അതാണ് ഈ ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മൾ സെറ്റ് ഓഫ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. Set off of losses means adjusting the losses against the profit or income of the particular year. Losses that are not set off against income in the same year can be carried forward to the subsequent years for the set off against income of those years. A set off could be an intra-head set off or an inter-head set off. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഇയറിൽ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ആ ഇയറിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആ ഇയറിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വേറൊരു ഇയറിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. എങ്കിൽ വേറൊരു ഇയർ വരുന്ന തുടർച്ചയായിട്ട് വരുന്ന ഇയറുകളിൽ ഓരോന്നും ഇത്ര ടൈമിൽ ഇത്ര ഇയർ എന്നൊക്കെ ഉണ്ടാവും. 4 ഇയറിലുണ്ടാവും, 8 ഇയറിലുണ്ടാവും. അങ്ങനെ ഇതിൻ്റെ പ്രൊവിഷൻ അനുസരിച്ചിട്ട് എത്ര ഇയറാണോ പറഞ്ഞിട്ടില്ലേ, ആ ഇയറിൽ തുടർച്ചയായിട്ട് വരുന്ന ആ ഇയറുകൾക്കുള്ളിൽ നമുക്ക് അത് സെറ്റ് ഓഫ് ചെയ്ത് നമ്മൾ എടുക്കണം. ഇത് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫും ഇൻ്റർ ഹെഡ് സെറ്റ് ഓഫും. നമുക്കിനി ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്താണെന്ന് നോക്കാം. ദ ലോസസ് ഫ്രം വൺ സോഴ്സ് ഓഫ് ഇൻകം ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് ഇൻകം ഫ്രം അനദർ സോഴ്സ് അണ്ടർ ദ സെയിം ഹെഡ് ഓഫ് ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഹെഡിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ബിസിനസ് എടുക്കുമ്പോൾ, ഇപ്പോൾ ബിസിനസ്സിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു ബിസിനസ്സിന് നമുക്ക് ലോസ് വരികയാണ്. അപ്പം ആ ലോസ് നമുക്ക് നമ്മുടെ വേറൊരു ബിസിനസ്സിനെ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ലോസ് സെറ്റ് ഓഫ് ചെയ്യാം. എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ബിസിനസ്സിൽ നിന്ന് ലോസ് വരികയാണെങ്കിൽ വേറൊരു ബിസിനസ്സിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഈ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ലോസ് ഫ്രം ബിസിനസ് എ ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ബി, വെയർ ബിസിനസ് എ ഈസ് വൺ സോഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് ബി ഈസ് അനദർ സോഴ്സ് ഓഫ് ഇൻകം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, നേരത്തെ പറഞ്ഞത് തന്നെ. ഇപ്പോൾ നമുക്ക് എയും ബിയും ഇപ്പോൾ 2 ബിസിനസ്സാണെന്ന് വിചാരിക്കുക ഒരാളുടെ. ഇപ്പോൾ രണ്ട് ബിസിനസ് ആയിക്കോട്ടെ, അതിൽ കോമൺ ആയിട്ട് വരുന്ന ഹെഡ് എന്താണ്, ബിസിനസ്. അപ്പം ബിസിനസ് എയിൽ നമുക്ക് ലോസ് വരികയാണെങ്കിൽ നമുക്ക് ബിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എയിൽ പ്രോഫിറ്റ് വന്നിട്ട് ബിയിൽ ലോസ് വരികയാണെങ്കിൽ എയിലെ പ്രോഫിറ്റ് കൊണ്ട് നമുക്ക് ബിയിലെ ലോസ് സെറ്റ് ഓഫ് ചെയ്യാം. ഇതാണ് ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. എക്സെപ്ഷൻസ് ടു ആൻ ഇൻട്രാ ഹെഡ് സെറ്റ് ഓഫ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ, ലോസസ് ഫ്രം എ സ്പെക്കുലേറ്റീവ് ബിസിനസ് വിൽ ഓൺലി ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ഓഫ് ദ സ്പെക്കുലേറ്റീവ് ബിസിനസ്സസ്. One cannot adjust the losses of speculative businesses with income from any other business or profession. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ലോസ് വരികയാണെങ്കിൽ നമുക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ ഇനി വരുന്ന ഇൻകം കൊണ്ട് മാത്രമേ അത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലോസ് വരികയാണെങ്കിൽ നമുക്ക് ബിസിനസ്സിന് ഇൻകം കൊണ്ടോ പ്രൊഫഷണൽ ഇൻകം കൊണ്ടോ അങ്ങനെ ഒരു ഇൻകം കൊണ്ടും നമുക്ക് ആ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ വരുന്ന ഇൻകം കൊണ്ട് മാത്രമേ നമുക്കത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കൊല്ലം പറ്റില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്യാം. രണ്ടാമത്തെ, ലോസസ് ഫ്രം ആൻ ആക്ടിവിറ്റി ഓഫ് ഓവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസസ് വിൽ ബി സെറ്റ് ഓഫ് ഓൺലി എഗെയിൻസ്റ്റ് ദ പ്രോഫിറ്റ് ഫ്രം ആൻ ആക്ടിവിറ്റി ഓഫ് ഓവിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസസ്. ഇത് പറയുന്നത്
നമുക്ക് ഹോഴ്സ് റേസിൽ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. അപ്പം ഇപ്പോൾ ഒരു ഇയറിൽ നമുക്ക് ലോസ് വരികയാണ്. ലോസ് വരുമ്പോൾ നമുക്ക് വേറെ ബിസിനസ്സിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ അങ്ങനെ ഒന്നും എടുത്തിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ ഹോഴ്സ് റേസിൽ നിന്ന് ഇൻകം കിട്ടുകയാണെങ്കിൽ ആ ഇൻകം കൊണ്ട് മാത്രമേ നമുക്ക് ഇപ്പോൾ വന്ന ലോസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ വഴികളൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ, ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വിൽ ഓൺലി ബി അഡ്ജസ്റ്റഡ് ടുവേർഡ്സ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ്. However, a short-term capital loss can be set off against both long-term capital gains and short-term capital gains. അതായത് നമുക്കത് ക്യാപിറ്റൽ ഗെയിനിൽ വരുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും. ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനകത്ത് നമുക്ക് ലോസ് വരികയാണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് വേറെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വെച്ചിട്ട് ഈ ലോങ് ടേം ക്യാപിറ്റൽ വരുന്ന ഇൻകം വെച്ചിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. അങ്ങനെ ലോങ് ടേമിൽ ലോസ് വരികയാണെങ്കിൽ അത് ലോങ് ടേമിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതിൻ്റെ കേസ് ഷോർട്ട് ടേമിൻ്റെ കേസ് വരികയാണെങ്കിൽ ലോസ് വരികയാണെങ്കിൽ നമുക്കത് ലോങ് ടേമിൽ നിന്നും ഷോർട്ട് ടൈം ഗെയിനിൽ നിന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ മാറിപ്പോയത് ലോങ് ടേമിൻ്റെ കാര്യത്തിൽ ലോങ് ടേം ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് ടൈമിൻ്റെ കാര്യത്തിലാണെങ്കിൽ ലോങ് ടേം ഇൻകത്തിൽ നിന്ന് ഷോർട്ട് ടൈം ഗെയിൻസിൽ നിന്ന് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. നാലാമത്തെ, losses from a specified business will be set off only against the profit of specified businesses, but the loss from any other business or profession can be set off against profit from the specified business. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കൊരു സ്പെസിഫൈഡ് ബിസിനസ്, ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് നമുക്ക് ലോസ് വരികയാണെങ്കിൽ നമുക്ക് ആ സ്പെസിഫൈഡ് ബിസിനസ്സിൽ നിന്ന് വരുന്ന ഇൻകം കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നും കൊണ്ട് പറ്റില്ല. അതേ സമയത്ത് തന്നെ നമുക്ക് ബിസിനസ്സിലോ പ്രൊഫഷനിലൊക്കെ നമുക്ക് ലോസ് വരികയാണെങ്കിൽ ആ ലോസ് നമുക്ക് വേണമെങ്കിൽ സ്പെസിഫൈഡ് ബിസിനസ്സിലെ ഇൻകം കൊണ്ട് സെറ്റ് ഓഫ് ചെയ്യും. സ്പെസിഫൈഡ് ബിസിനസ്സിലെ ലോസ് സ്പെസിഫൈഡ് ബിസിനസ്സിലെ ഇൻകം കൊണ്ട് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ബിസിനസ് പ്രൊഫഷൻ അതൊക്കെ നമുക്ക് ലോസ് വരികയാണെങ്കിൽ അത് നമുക്ക് ഈ സ്പെസിഫൈഡ് ബിസിനസ്സിൽ വരുന്ന ഇൻകം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇൻട്രാഹെഡ് സെറ്റ് ഓഫ് എന്താണെന്ന് നോക്കാം. ആഫ്റ്റർ ദ ഇൻട്രാഹെഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, the taxpayers can set off remaining losses against income from other heads. For example, loss from house property can be set off against income from salary. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതൊക്കെ ഇൻട്രാഹെഡിൽ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടും പിന്നെ നമുക്ക് ലോസസ് വരികയാണെങ്കിൽ നമുക്ക് റിമൈനിങ് ലോസ് ഇങ്ങനെ വയർ ഹെഡ്സിൽ നിന്ന് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഹൗസ് പ്രോപ്പർട്ടി ലോസ് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ സാലറിയിൽ വരുന്ന ഇൻകം ഫ്രം സാലറി വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലോസ് അതിനകത്ത് വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ഇൻകം അണ്ടർ എനി ഹെഡ്. ഹൗസ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ലോസ് വരികയാണെങ്കിൽ നമുക്ക് ഏത് ഹെഡിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻകം വെച്ചിട്ടും നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയിൽ വരുന്ന ലോസ് സെറ്റ് ഓഫ് ചെയ്യാം. ബിസിനസ്സോ പ്രൊഫഷൻ അതർ സോഴ്സ് അങ്ങനെ ക്യാപിറ്റൽ ഗെയിൻ അങ്ങനെ എന്ത് ഇത് വെച്ചിട്ടും നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി വരുന്ന ലോസ് സെറ്റ് ഓഫ് ചെയ്യാം. രണ്ടാമത്തെ, ബിസിനസ് ലോസ് അതർ ദാൻ സ്പെക്കുലേറ്റീവ് ബിസിനസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് എനി ഹെഡ് ഓഫ് ഇൻകം എക്സെപ്റ്റ് ഇൻകം ഫ്രം സാലറി. എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ബിസിനസ് ലോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ് മാറ്റി നിർത്തിയിട്ട് ഏത് ടൈപ്പ് ബിസിനസ്സിൽ നിന്ന് വരുന്ന ലോസ് ആണെങ്കിലും നമുക്ക് എക്സെപ്റ്റ് സാലറി അല്ലാതെ വേറെ ഏത് ഹെഡിലെ ഇൻകം വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. സ്പെക്കുലേറ്റീവ് ബിസിനസ് അല്ലാത്ത ബിസിനസ്സിനകത്ത് വരുന്ന ലോസുകൾ നമുക്ക് ഇൻകം ഫ്രം സാലറി അല്ലാതെ ബാക്കിയുള്ള ഹെഡുകളിലെ ഇൻകംസ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് നമുക്ക് വേറെ ഒന്നുമായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് വരുന്ന ലോസുകൾ നമുക്ക് അതിനകത്ത് വരുന്ന ഇൻകം വെച്ചിട്ട് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ്. അത് നമുക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം കൊണ്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സ്പെസിഫൈഡ് ബിസിനസ് ലോസ്, അതും നമുക്ക് സ്പെസിഫൈഡ് ബിസിനസ് ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ക്യാപിറ്റൽ ലോസസ്, അത് പറഞ്ഞില്ലേ, ലോങ് ടേം ആണെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് വെച്ചിട്ടേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഷോർട്ട് ടേം ആണെങ്കിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനോ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനോ വെച്ചിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലോസ് ഫ്രം ആൻ ആക്ടിവിറ്റി ഓഫ് ഫോമിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഹോഴ്സ് റേസസിലൊക്കെ വരുന്ന ലോസ് ആണെങ്കിൽ വേറെ ഒന്നുമായിട്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതിൽ വരുന്ന ഇൻകം കൊണ്ട് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ.
കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം. താങ്ക് യു.